വിശ്വാസത്തിന് ആചാരങ്ങളുണ്ടോ? നമുക്ക് ന്യായമായിട്ടുള്ള ഒരു സംശയമാണ്. എന്നാൽ ഈ ആചാരങ്ങളെല്ലാം തന്നെ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത്. അത് മതപരമായ ഒരു വലിയ വാക്കാണ് ഈ ആചാരങ്ങൾ. യേശു കർത്താവ് ഒരിക്കലും ഒരു പൊതു ആചാരം ആ, വെച്ചിട്ടില്ല. പിന്നെ ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. രണ്ട് പ്രവൃത്തികളാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അത് ഒന്ന് കർത്താവിനെ സാക്ഷീകരിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യനാണ് എന്ന് പറയുവാനായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അത് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ജലത്തിൽ സ്നാനമേൽക്കണം, എന്നിട്ട് എൻ്റെ ശിഷ്യനാകണം. അതൊരു പബ്ലിക് അനൗൺസ്മെൻ്റ് ആണ്. ഐ എം ബിക്കം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്നു. പിന്നെയുള്ളത് കർത്താവ് പറഞ്ഞ് എന്നെ ഓർക്കണം. അതാണ് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇത് നിങ്ങൾ ചെയ്യണം, കൂടി വരുമ്പോഴൊക്കെ ചെയ്യണം. ഇത് ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾ എന്നെ ഓർക്കണം, കർത്താവിനെ ഓർക്കണം. കർത്താവിൻ്റെ യാഗം, കർത്താവിൻ്റെ ക്രൂശ്, വിയർപ്പ്, ഇതെല്ലാം നിങ്ങൾ ഓർക്കണം. ഇത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞത്. അന്നത്തെ കാലത്ത് ഈ മനുഷ്യൻ ഭയങ്കരമായ ആചാരങ്ങളിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യ സമൂഹമായിരുന്നു. അവരോട് കർത്താവ് പറയാം, നിങ്ങൾ എന്നെ ഓർത്താൽ മതി. ആ ഓർക്കുന്നതിന് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു ആചാരം നിങ്ങൾ പിന്തുടർന്നു. ഇതാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. കർത്താവിനെ ഓർക്കാൻ വേണ്ടിയിട്ടും പിന്നെ കർത്താവിൻ്റെ ശിഷ്യനാണെന്ന് പരസ്യമായി പറയുന്നതിനും രണ്ട് കാര്യങ്ങൾ. പിന്നെ ഉള്ളത്, കർത്താവ് വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന ആചാരങ്ങൾ പൊതുവായിട്ടൊന്നും കർത്താവ് വെച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഈ ദൈവിക നിയമങ്ങൾ എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല ദൈവത്തിൻ്റെ ഇടപെടലുകൾ നടത്തുന്നത്. എല്ലാവരോടും ദൈവം വ്യക്തിപരമായി ദൈവം സംസാരിക്കും. എല്ലാവർക്കും വ്യക്തിപരമായ ദൈവിക നിയന്ത്രണങ്ങളും ദൈവിക കരുണയും എല്ലാവർക്കും ലഭിക്കും. കർത്താവ് കുരുടനെ സൗഖ്യമാക്കുന്നത് ഒരുപോലെയല്ല. എല്ലാ കുരുടന്മാരെയും വ്യത്യസ്തമായ രീതിയിലാണ് കർത്താവ് സൗഖ്യമാക്കുന്നത്. ഒരു കുരുടനെ കണ്ണു തൊട്ട് സൗഖ്യമാക്കി, വേറൊരു കുരുടന്മാരോട് പറഞ്ഞ് കാഴ്ച പ്രാപിച്ചോളാൻ പറഞ്ഞു. വേറൊരു കുരുടനെ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കർത്താവ് അവൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് ശീലോകുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അത് അവരുടെ ആചാരമാണ്. അതവന് സ്ഥിരം ചെയ്യാനല്ല, അപ്പോൾ അവൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ കൊടുത്തതായിരിക്കുന്ന ഒരു 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 കർമ്മ പരിപാടിയാണ്. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഒരു പ്രക്രിയ, കർത്താവ് ഒരു കാര്യം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അവരുടെ വിശ്വാസത്തെ ഒന്ന് ബലപ്പെടുത്താനും വിശ്വാസത്തെ ഒന്ന് പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആർക്കും പ്രത്യേകമായ ആചാരങ്ങളൊന്നും കർത്താവ് കൊടുത്തിട്ടില്ല. നമ്മളൊക്കെ ഇപ്പം ഈ പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്തത് ഇങ്ങനെ ആചാരമായി വരിക. സൺഡേ പള്ളിയിൽ പോകണം, അതൊരു ആചാരമായി മാറി. ഇപ്പം അയ്യോ, സൺഡേ പള്ളിയിൽ പോയില്ലെങ്കിൽ രണ്ട് വലിയ കുഴപ്പം സംഭവിക്കും. ആരാധനയൊക്കെ മുടക്കി നടന്നാൽ നിന്നെയൊക്കെ ദൈവം പിടിക്കും, ദൈവം നിന്നെ തൂക്കിയെടുത്ത് എറിഞ്ഞു കളയും എന്നൊക്കെയുള്ള വിശ്വാസം ഈ പുരോഹിത വർഗം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ ഇതുകൊണ്ടൊക്കെ ജീവിക്കുന്നവരാണ് അവർ. അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ പറയുന്നത്. കൃത്യമായ ആരാധനയ്ക്ക് വരണം, കൃത്യമായ പ്രാർത്ഥനകൾക്ക് വരണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്തോത്ര കാഴ്ചകളും സംഭാവനകളും ഒക്കെ ഈ പുരോഹിത വർഗത്തിന്റെ ഒരു വരുമാന മാർഗമായതുകൊണ്ട് അവരത് ഫോളോ ചെയ്യുന്നതാണ്. എല്ലാ പുരോഹിതന്മാർക്കും നിങ്ങൾ നന്നായി കാണണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. എങ്ങനെയൊക്കെ നിങ്ങൾ ഭയത്തിലും പേടിയിലും വിഷമത്തിലും കഷ്ടത്തിലും ഒക്കെ ജീവിക്കുന്നതാണ് അവരെ സംബന്ധിച്ച് അവർക്ക് സന്തോഷം. അതിന്റെ കാരണം അങ്ങനെ ജീവിക്കുമ്പോഴാണ് നിങ്ങൾ അവരെ ഓർക്കത്തുള്ളൂ, അവരുടെ പുറകെ നടക്കത്തുള്ളൂ, അവരെ തേടത്തുള്ളൂ, അവർക്ക് വല്ലതും കൊടുക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ കർത്താവിനെ പിൻപറ്റുമ്പോൾ, കർത്താവിൻ്റെ വചനങ്ങളെ നമ്മൾ പിൻപറ്റുമ്പോൾ, കർത്താവ് ഒരു വചനം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ, എൻ്റെ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവൻ പാറമേൽ ആഴത്തിൽ കുഴിച്ച് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനാവുമെന്ന. ആ വചനത്തെ മാറ്റിവെക്കാൻ എന്ത് കാര്യങ്ങളാണ് ഉള്ളത്? എത്ര എത്ര ഭദ്രമായിട്ടാണ് കർത്താവ് നമ്മളോടത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ലോകത്ത് ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ ലോകത്ത് എൻ്റെ വചനങ്ങളുണ്ടെങ്കിൽ, എൻ്റെ വചനങ്ങൾ കേട്ട് നിങ്ങൾ പ്രമാണിക്കുന്നെങ്കിൽ നിങ്ങൾ പാറമേൽ ആഴത്തിൽ കുഴിച്ച് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് സദൃശനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും ഏത് പ്രയാസങ്ങളെയും നേരിടാൻ ഈ വചനത്തിന്റെ ശക്തിക്ക് കഴിയുമെന്ന് യേശു ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം വിശ്വാസത്തിന്റെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ചില വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഫലവത്തായി മാറാൻ ചില ക്രിയകൾ, ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും.
ചിലര് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കും വിശ്വാസം. ഇതെല്ലാവർക്കും ഏറ്റു പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് അവരവർക്ക് ഉണ്ടാകുന്ന ചില ബോധ്യങ്ങളിൽ നിന്നും വചനത്തിൽ നിന്നും അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ചിലതാണ്. നമ്മുടെ രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസം ഏറ്റുപറച്ചിലൊന്നും നടത്തിയില്ല, അഫർമേഷൻ ഒന്നും നടത്തിയില്ല. അവളുടെ ഹൃദയത്തിൽ ഒരു ഉറച്ചു. അവളുടെ ഒരു ആചാരം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് പോയി തൊടണം ആ വസ്ത്രത്തിന്റെ തൊങ്ങല്, തൊട്ടാ ഞാൻ സൗഖ്യമാണ്. അത് അവൾ ഉണ്ടാക്കിയെടുത്ത ഒരു ആചാരമാണ് ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ വിശ്വാസത്തിന് നമ്മള് എന്തെങ്കിലുമൊക്കെ ഒരു പ്രക്രിയകൾ ചെയ്യും. സത്യത്തിൽ അതാണ് ഒരു വിശ്വാസത്തിന്റെ ഒരു ആചാരം എന്ന് പറയുന്നത്. ചിലർ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ തോന്നുക ചിലർക്ക് നന്മ ചെയ്യണം, കുറെ ആൾക്കാർക്ക് കൊടുക്കണം. അപ്പോൾ സാമ്പത്തിക ബ്ലെസ്സിങ്സ് ഉണ്ടാകാൻ ആൾക്കാർ പറയുന്നതാണ്, ശുശ്രൂഷകരും ക്രിസ്ത്യൻ ലീഡേഴ്സും ഒക്കെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾ കൊടുപ്പീൻ കൊടുപ്പീൻ കൊടുപ്പീൻ. ഇതൊരു ആചാരമാണ് സത്യത്തിൽ കൊടുക്കുക. വാസ്തവത്തിൽ ഈ കൊടുക്കൽ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതുകൊണ്ട് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം നമുക്കിങ്ങനെ രൂഢമൂലമാകും. അപ്പൊ ആ വിശ്വാസത്തിൽ നമ്മൾ വരും, ഞാൻ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടും, ഞാൻ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടും, ഞാൻ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടും. അപ്പൊ അത് വിശ്വാസമായി വളരുകയും നിങ്ങൾ പ്രാപിച്ചെടുക്കുകയും ചെയ്യും. ഈ കൊടുക്കുക എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടല്ല കൊടുക്കേണ്ടത്. വാസ്തവത്തിൽ കർത്താവ് അങ്ങനല്ല പഠിപ്പിച്ചത്. കർത്താവ് പറഞ്ഞ് നിങ്ങൾ സമ്പന്നരാണ്, നിങ്ങൾ സമൃദ്ധിയുള്ളവരായിട്ടാണ് ജീവിക്കുന്നത് എന്ന ബോധ്യമാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരിൽ കർത്താവ് കാണുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ഒരുവൻ നിങ്ങളോട് വായ്പ വാങ്ങിക്കാൻ ഇച്ഛിക്കുമ്പോൾ അവനെ ഒഴിഞ്ഞു കളയരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമെന്നാണ് കർത്താവിന്റെ വിശ്വാസം. കർത്താവിനെ ശരിയായി പിൻപറ്റുന്ന ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു കർത്താവിന്റെ ശിഷ്യൻ അവനൊരു ദാരിദ്ര്യത്തിൽ കഴിയുന്നവനായിരിക്കില്ല, അവൻ മാന്യമായി ജീവിക്കുന്ന ഒരുവനായിരിക്കും എന്നാണ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം കർത്താവിന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഇല്ലായ്മകളെ കർത്താവ് നേരിട്ടത് സമൃദ്ധി കൊണ്ടായിരുന്നു. പത്രോസിന്റെ ഇല്ലായ്മയും ശൂന്യതയും നേരിട്ടത് പത്രോസ്, ഇതൊക്കെ ഈ ലോക ജീവിതത്തിലുള്ളതാണ്. ദാരിദ്ര്യങ്ങളും ഇല്ലായ്മകളും ഒക്കെ നമ്മൾ താണ്ടണം, സ്വർഗരാജ്യത്തിലെത്താൻ ഇതൊക്കെ ഒരു വഴിയാണ് എന്നല്ല പത്രോസിനോട് കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, പത്രോസേ, നീ ശൂന്യമായ പടകുമായിട്ടാണ് നിൽക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യ്, ആഴത്തിലേക്ക് നീക്ക് വലയിറക്കാൻ പറഞ്ഞു. ഒരു വലിയ പെരുത്ത മീൻകൂട്ടമാണ് അവന് കിട്ടിയത്. പിന്നീട് ഒരിക്കൽ കർത്താവ് പ്രഭാഷണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാവർക്കും വിശന്നിട്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഇവരെ വേഗം പറഞ്ഞയക്കാമെങ്കിൽ ഇവർ ഈ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയി വല്ലതൊക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അവർ പേടിച്ചു പോയി. ഇത്രയും വലിയൊരു ജനസാഗരത്തിന് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും, എങ്ങനെ കൊടുക്കും, ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല കർത്താവേ. കർത്താവ് പറഞ്ഞ, ആ ഇല്ലായ്മയെ അല്ല നിങ്ങളിപ്പോൾ പ്രകീർത്തിക്കേണ്ടത്, ആ ഇല്ലായ്മയല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം, നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ, എന്തെങ്കിലും ഉണ്ടോ നോക്ക്. അങ്ങനെ അന്ത്രയോസ് തപ്പിപ്പിടിച്ച് പറഞ്ഞു, കർത്താവേ, ഇവിടെ അത് അന്ത്രയോസ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അല്ല, വിശ്വാസത്തിൽ എന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിച്ചൊന്നും അല്ലെന്നാണ് എൻ്റെ വിചാരം. അന്ത്രയോസ് യേശുവിനെ ഒന്ന് കളിയാക്കാനും കൂടെ ആയിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. ഇത്രയും വലിയൊരു സമൂഹത്തിന്റെ ഇടയിൽ കർത്താവ് ഒരു 5 അപ്പവും 2 മീനും ഒരു കൊച്ചന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അതല്ലാതെ ഇവിടെ ഒന്നുമില്ല, ഞങ്ങൾ എന്ത് ചെയ്യും ഇനി എന്നൊരു ചോദ്യമാണ് കർത്താവിന്റെ അടുക്കൽ വന്നത്. 5 അപ്പവും 2 മീനും ഉണ്ട്, കർത്താവ് പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അത് കർത്താവ് എടുത്തു വാഴ്ത്തി, അത് 5000 പേർക്കും അവരുടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം കർത്താവ് കൊടുത്തു. അവിടെ ആ ഇല്ലായ്മയെ വലിയ സമൃദ്ധി കൊണ്ടാണ് കർത്താവ് നേരിട്ടത്. അതെങ്ങനെയാണ്? മിച്ചം 12 കൊട്ട നിറച്ചെടുത്തു. ലെഫ്റ്റ് ഓവർ ആണ് കർത്താവിന്റെ എല്ലാ പ്രൊജക്റ്റിലും ഉള്ളത്. ലെഫ്റ്റ് ഓവർ, എല്ലാ പ്രൊജക്റ്റിലും കർത്താവിന്റെ ലെഫ്റ്റ് ഓവർ ഉണ്ട്. അപ്പോൾ കർത്താവ് മിച്ചം വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിശ്വാസത്തിന്റെ ചില ആചാരങ്ങൾ, അവിടെ കർത്താവ് തന്നെ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കും. കർത്താവ് പറയുന്നത് തന്നെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, എല്ലാവരും പന്തിയായി ഇരുത്തിക്കോളാൻ പറഞ്ഞു. 5 അപ്പവും 2 മീനും കൈ കിട്ടിയപ്പോഴേ ശിഷ്യന്മാർ പറഞ്ഞു, എല്ലാവരും ഇരുത്തിക്കോളാൻ പറഞ്ഞു. ഒരു പ്രവൃത്തി അവിടെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഇതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിന് ചില പ്രവൃത്തികൾ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും, ചില പ്രവൃത്തികൾ നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിന് ആഴവും ശക്തിയും പകരുന്നതാണ്. ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രക്രിയകൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചിലർ എഴുതും, വിശ്വാസം എഴുതി വെച്ച് പ്രാർത്ഥിക്കും. അവരെ സംബന്ധിച്ച് അതൊരാചാരമാണ് അവരുടെ, അതിനൊന്നും ദൈവം എതിരൊന്നുമല്ല. പക്ഷേ ദൈവം താല്പര്യമില്ലാത്തൊരു വിഷയം അതാണ്, എല്ലാവരും ഒരേ ആചാരം ഒരേപോലെ ഫോളോ ചെയ്യുക. എല്ലാവർക്കും എല്ലാം ഒന്നും വർക്കൗട്ട് ആകത്തില്ല. അവരവർക്ക് വർക്കൗട്ട് ആകുന്ന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം വിശ്വാസത്തിന്റെ പ്രക്രിയകൾ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഫലവത്തായൊരു വിശ്വാസം ആവശ്യമുണ്ട്.
ശരിയായ ഒരു വിശ്വാസം നമുക്ക് ആവശ്യമുണ്ട്. ലോകം വളരെയധികം മോശമായ സാഹചര്യങ്ങളിലേക്കും മോശമായ അവസ്ഥയിലേക്കും ഒക്കെ പോവുക. രാഷ്ട്രീയമായാലും ലോക സാമ്പത്തികമായാലും മറ്റ് ഏത് വിഷയമായാലും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ എന്താ നമ്മൾ നോക്കേണ്ടത്? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നോക്കേണ്ടതുമായ കാര്യം, വിശ്വാസത്തിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് നമ്മൾ ചെയ്യേണ്ട ക്രിയകൾ എന്തൊക്കെയാണ്? ആ പ്രക്രിയ എന്താണ്? അത് ഏറ്റുപറയുന്നതാണോ? അത് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ? അതോ എഴുതുന്നതാണോ? അതോ എന്താണ്? അതോ കൊടുക്കുന്നതാണോ? അതോ മറ്റുള്ളവരെ സഹായിക്കുന്നതാണോ? മറ്റുള്ളവർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്നതാണോ? എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇയ്യോബ് തൻ്റെ വലിയ കഷ്ടതയിൽ ആ കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇയ്യോബിന്റെ അവസ്ഥയ്ക്ക് ഭേദം വന്നു. ഇയ്യോബ് പ്രതീക്ഷിച്ച ഒരു വലിയ വിശ്വാസം സാധ്യമാകാൻ ഇയ്യോബ് ചെയ്യേണ്ടിയിരുന്നത് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന, തന്നെ വിമർശിച്ചുകൊണ്ടിരുന്ന തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇയ്യോബിന് നിയോഗം കിട്ടിയത്. അതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ ഫലം പുറത്തു വരാൻ, ആ ഫലം കാണുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിയോഗം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ആചാരം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന പ്രവൃത്തി എന്താണ്? വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്താണ്? ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് മതപരമായി അതിനെ ആചാരം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി കാണിക്കുമ്പോൾ അവരിൽ വിശ്വാസം വർദ്ധിക്കും, അവർക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകും. അതിനാണ് മതങ്ങൾ ആചാരം എന്ന് പറയുന്നത്. ആ ആചാര ലംഘനം പാടില്ലെന്ന് പറയുന്നത് കാരണം അവരുടെ വിശ്വാസത്തെ അത് ബാധിക്കുന്നത് കൊണ്ടാണ്. ആ വിശ്വാസത്തിലാണ് അവര് ജീവിക്കുന്നതും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്ന ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല. അത് മാനുഷികമായതൊരു വലിയ കാര്യമാണ്. പക്ഷെ നമ്മൾ ക്രിസ്തു വിശ്വാസികള്, നമ്മൾ നമ്മുടെ ബുദ്ധിയിലോ ശക്തിയിലോ അല്ല, കർത്താവ് നൽകുന്ന ശക്തിയിലാണ്. അപ്പൊ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു നിയോഗമുണ്ട്, നമുക്കൊരു പൊതു ആചാരമില്ല. ആ നിയോഗത്തില് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ അതൊരു വലിയ അനുഗ്രഹമായി മാറും, നമ്മുടെ വിശ്വാസം ഫലവത്തായി മാറും, അതൊരു വലിയ അത്ഭുതമായി മാറും. അങ്ങനെ ദൈവപ്രവൃത്തി ലോകത്തിൽ കാണുവാനും നമ്മളിലൂടെയുള്ള ദൈവപ്രവൃത്തി ലോകം കാണുവാനും ഇടയായിത്തീരും. അങ്ങനെ നല്ല ഒരു വിശ്വാസ ലോകം, ഒരു വിശ്വാസ സമൂഹം കർത്താവിൻ്റെ സ്നേഹവചനത്തിലും കർത്താവിൻ്റെ കരുണയിലും ക്ഷമയിലും ജീവിതത്തെ പ്രാക്ടീസ് ചെയ്യുന്ന നല്ലൊരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കുവാനിടയായിത്തീരും. ഈ വചനങ്ങൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നന്മയും അനുഗ്രഹവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.